നമസ്കാരം. മുംബൈ തീരത്തിനടുത്ത് യാത്രാ ഫെറി ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 13 ഉയർന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ് ദ്വീപിലേക്ക് 110 യാത്രക്കാരുമായി പോയ കടത്ത് ബോട്ടാണ് കടലിൽ മുങ്ങിയത്. മരിച്ചവരിൽ ഒരു നാവികസേന ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. 3 പേരുടെ നില ഗുരുതരമാണ്. 94 പേരെ രക്ഷിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4 മണിയോടെയാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. നാവികസേനയുടെ ബോട്ടാണ് ഫെറിയിലിടിച്ചത്. കടലിലൂടെ വളഞ്ഞു പുളഞ്ഞു വന്ന 4 പേർ സഞ്ചരിച്ച സ്പീഡ് ബോട്ട് പെട്ടെന്ന് ഫെറിക്ക് നേരെ തിരിഞ്ഞു വന്ന് ഇടിക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ടാണ് യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയതെന്ന് നാവികസേന അറിയിച്ചു. നാവികസേന ബോട്ടിന്റെ എഞ്ചിൻ അടുത്തിടെ മാറ്റുകയും പുതിയ എഞ്ചിൻ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നാണ് നാവികസേന വിശദീകരിക്കുന്നത്. നാവികസേനയുടെ ബോട്ടിൽ 2 നാവികസേന അംഗങ്ങളും എഞ്ചിൻ വിതരണം ചെയ്ത സ്ഥാപനത്തിലെ 4 അംഗങ്ങളും ഉൾപ്പെടെ 6 പേർ ഉണ്ടായിരുന്നതായും അധികൃതർ അറിയിച്ചു. ലൈഫ് ജാക്കറ്റ് ധരിച്ച ആളുകളെ രക്ഷിച്ച് മറ്റൊരു ബോട്ടിലേക്ക് മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആ സമയത്ത് ബോട്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുകയായിരുന്നു. നീൽക്കമൽ എന്ന ബോട്ടാണ് മുങ്ങിയത്. നവി മുംബൈയിലെ ഉറാന് സമീപമാണ് അപകടം. ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി, കോസ്റ്റ് ഗാർഡ്, നാവികസേന, പോലീസ്, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 11 നാവിക ബോട്ടുകളും 3 മറൈൻ പോലീസ് ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 4 ഹെലികോപ്റ്ററുകളും തെരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കിഴക്കായിട്ടുള്ള എലിഫന്റ് കേവിലേക്ക് പോകാനാണ് ആളുകൾ പൊതു ഫെറി ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. യാത്രാ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അധികൃതർ ഇത് പരിശോധിച്ചു വരികയാണ്.